ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബില്ലിങ്ങും എസ്റ്റിമേറ്റും ആണ് ചെയ്തത്. അത് ജ്വല്ലറി അഡ്മിൻ ചെയ്യുന്ന രീതിയിലാണ്. ഇനി സെയിൽസ്മാൻ എങ്ങനെ എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് കാണിക്കാം. അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാഫിന് സെപ്പറേറ്റ് റോളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് ഇമെയിൽ ഐ ഡി വരുമ്പം കറസ്പോണ്ടിങ് ഇമെയിൽ ഐ ഡിയിലോട്ട് പാസ്വേഡും പോയിട്ടുണ്ട്. നമുക്ക് ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂസർ നെയിം കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. യൂസർ നെയിം പാസ്വേഡ് ഇൻകറക്റ്റ്. നമ്മൾ സെയിൽസ്മാനായിട്ട് ലോഗിനായി. സെയിൽസ്മാൻ്റെ മെനുവിൽ ഡാഷ്ബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എസ്റ്റിമേറ്റ് പേജ് ഉണ്ട്, സെയിൽസ് ഹിസ്റ്ററി പേജുണ്ട്, കസ്റ്റമറിൻ്റെ പേജുണ്ട്. കസ്റ്റമറിൻ്റെ പേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഏതൊക്കെ കസ്റ്റമറാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ അതിൻ്റെ പാൻ നമ്പർ ആധാർ നമ്പരും, ഏതൊക്കെ സ്കീമിൻ്റെ കീഴിലാണ് വന്നത്, സ്കീം ഉണ്ടെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാം. അത് പെൻഡിങ് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. പുതിയ കസ്റ്റമറിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഓപ്ഷൻ ഉണ്ട്. ഓരോ കസ്റ്റമറിൻ്റെ വ്യൂ. രാജാണെങ്കിൽ രാജിൻ്റെ കേസിലാണ് നമ്മൾ സെയിൽസ് നടത്തിയത്. രാജിൻ്റെ കേസിൽ അവരുടെ ആധാർ നമ്പരും പാനും ഏതെങ്കിലും ഗോൾഡ് സ്കീമിൽ പെട്ടതാണെങ്കിൽ ആ ഗോൾഡ് സ്കീമിൻ്റെ ഡേറ്റയും കാണിക്കും. ബാലൻസ് എമൗണ്ട് സീറോ. അപ്പം കൂടുതലോ കുറവോ എത്രയെങ്കിലും സെയിൽസ് നടത്തുന്ന കേസിൽ കൂടുതലോ അല്ലെങ്കിൽ തിരിച്ച് സെയിൽസ് നടക്കുന്ന കേസിൽ കൂടുതൽ പൈസ അടയ്ക്കുകയാണെങ്കിൽ ആ കൂടുതൽ വന്ന പൈസ ബാലൻസ് എമൗണ്ടിലോട്ട് പോകും. പിന്നെ എന്തെങ്കിലും സെയിൽസ് നടത്തുമ്പോൾ ആ എമൗണ്ടും ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ആകുന്നതായിരിക്കും. പിന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ സെയിൽസ്മാൻ്റെ കീഴിൽ നടന്ന ഹിസ്റ്ററിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എസ്റ്റിമേറ്റ് പേജിൽ പോയാൽ ഈ സെയിൽസ്മാൻ്റെ ബിൽ നമ്പർ ആയിരിക്കും D100. അഡ്മിൻ ജ്വല്ലറി അഡ്മിൻ വെച്ച് സെയിൽസ് നടത്തിയപ്പം G100 ആയിരുന്നു. അപ്പോൾ D100 ആണ്. കസ്റ്റമറിൻ്റെ നമുക്ക് രാജ് തന്നെ മേടിക്കാം. രാജ് തന്നെ ഐറ്റം മേടിക്കുന്നു. ഇതിട്ട് കസ്റ്റമറിനെ ചൂസ് ചെയ്തു. രാജിൻ്റെ ഡീറ്റെയിൽസ് വരുന്നു. ഐറ്റം മേടിക്കുന്നു. ഐറ്റം ബാങ്കിലും റിങ്ങും ഉണ്ട്. നേരത്തെ ഡെമോ വേർഷനായിരുന്നു. ഡെമോ വേർഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഡേറ്റ അൺഅവൈലബിൾ ആണെന്ന് കാണിച്ചത്. ഇപ്പോൾ ലൈവ് വേർഷനിലോട്ട് വന്നു. ലൈവ് വേർഷനിൽ ഡേറ്റാസ് എല്ലാം മേടിക്കും. കാരണം ലൈവ് വേർഷനിലാണ് നമ്മൾ പർച്ചേസും സെയിൽസും ഒക്കെ നടത്തിയത്. അതുകൊണ്ടാണ്. സോ ഇപ്പോൾ ലൈവ് വേർഷനാണ്. ലൈവ് വേർഷനിൽ ഐറ്റം സെലക്ട് ചെയ്ത് കഴിയുമ്പം ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. ബാങ്ക് മേടിക്കാം. ഡിസൈന് ബാങ്ക് സപ്ലയർ രവി തന്നെ. ക്വാണ്ടിറ്റി നേരത്തെ 95 ആയിരുന്നു, ഒരു 90 കൊടുക്കുന്നു. VA ഒരു 5 മേടിക്കുന്നു. VA ഒരു 4%. എൻ്റെ കറസ്പോണ്ടിങ് മേക്കിംഗ് ചാർജ് വന്നു. ഡിസ്കൗണ്ട് ഒരു 600 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. മേക്കിംഗ് ചാർജ് 5600. VA 4%. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് 3.57 മേക്കിംഗ് ചാർജ് 5000 വരും. അതിൻ്റെ സെയിൽ വെയിറ്റും സെയിൽ എമൗണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇതായിരിക്കും സെയിൽ വെയിറ്റ് 35, സെയിൽ എമൗണ്ട് 1,49,350 റുപ്പീസ് ആയിരിക്കും. ഓൾഡ് ഗോൾഡ് അഡ്മിൻ്റെ കേസ് ചെയ്ത പോലെ സെയിം ആയിരിക്കും. ഓൾഡ് ഗോൾഡും റിട്ടേണിൻ്റെ കേസിൽ ഇത് നേരത്തെ ബിൽ നമ്പർ നമുക്ക് G101 എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ G101 സെയിൽസ്മാൻ ജ്വല്ലറി അഡ്മിൻ നടത്തിയ ബിൽ നമ്പർ അത് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ ഈ നേരത്തെ 5 ക്വാണ്ടിറ്റി ആയിരുന്നു. 5 ക്വാണ്ടിറ്റി വെച്ച് ഒരു ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ 2 ക്വാണ്ടിറ്റി റിട്ടേൺ ചെയ്യുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ടോട്ടൽ വാല്യൂ വരും. സെലക്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ നെറ്റ് എമൗണ്ട് 56,000, സെയിൽ എമൗണ്ട് 1,49,000 വരും. എസ്റ്റിമേറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ബിൽ പ്രിവ്യൂവിൻ്റെ കേസിൽ ടോട്ടൽ എമൗണ്ട് ഇത്രയും, റിട്ടേണിൻ്റെ വാല്യൂ ഇത്രയും വരുന്നു. 1,49,000, 56,000. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെയിൽ ലിസ്റ്റിലോട്ട് പോകും. ഈ സെയിൽ ലിസ്റ്റിൻ്റെ അകത്ത്
ഇപ്പം മെനു ബാറിൽ നമുക്ക് സെയിൽസ്മാനും ബില്ലിങ്ങിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി ബില്ലിങ്ങിൻ്റെ പേജിലോട്ട് പോകും. ബില്ലിങ്ങിൻ്റെ പേജിൽ പോയി കഴിയുമ്പം ജുവലറി എണ്ണം വെച്ച് എങ്ങനെ ബില്ലിങ് ചെയ്തു അതുപോലെ തന്നെ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും.